ചെലവുകളൊക്കെ നടത്താൻ പറ്റുന്നുണ്ട്, പക്ഷേ സേവിങ്സ് ഇല്ല. ഇതാണ് പലരുടെയും പ്രശ്നം. ഇതെങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും? നമ്പർ 1, ഫസ്റ്റ് സേവ് ദെൻ സ്പെൻഡ്. എല്ലാ മാസവും ഒരു ചെറിയ എമൗണ്ട് സേവിങ്സിലേക്ക് മാറ്റി വെക്കണം. ഇത് മസ്റ്റായിട്ടും ചെയ്യണം. എന്നിട്ട് ബാക്കിയുള്ള പൈസ കൊണ്ട് ചെലവുകളൊക്കെ മാനേജ് ചെയ്യാൻ പഠിക്കുക. അല്ലാതെ എക്സ്പെൻസ് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള എമൗണ്ട് സേവ് ചെയ്യാൻ നോക്കിയാൽ ഒരിക്കലും നടക്കില്ല. നമ്പർ 2, സ്റ്റാർട്ട് SIP. എല്ലാ മാസവും മാറ്റി വെക്കുന്ന ആ സേവിങ്സ് വെച്ച് ഒരു മ്യൂച്വൽ ഫണ്ട് SIP തുടങ്ങാം. ഈ SIP കുറേ വർഷത്തേക്ക് കണ്ടിന്യൂ ചെയ്താൽ നിങ്ങൾ സ്വപ്നം കാണാൻ പറ്റാത്തത്രയും വലിയ എമൗണ്ട് ആയി അത് വളരും. പവർ ഓഫ് കോമ്പൗണ്ടിങ് ആണ് ഇതിന് കാരണം. 62% ഇൻവെസ്റ്റേഴ്സിനും ബാങ്ക് FDയെക്കാളും RDയെക്കാളും താല്പര്യം മ്യൂച്വൽ ഫണ്ടുകളാണെന്ന് ഒരു സർവേ കാണിക്കുന്നുണ്ട്. നമ്പർ 3, കട്ട് ഡൗൺ അൺനെസസറി എക്സ്പെൻസസ്. കോസ്റ്റ്ലി ആയ മൊബൈൽ ഫോണും ഡ്രസ്സുകളും പോലുള്ള ലക്ഷറി ഗുഡ്സ് വാങ്ങിക്കൂട്ടുന്ന ഹാബിറ്റ്സ് ഉണ്ടോ? എന്നാൽ ഇന്ന് തന്നെ അത് നിർത്തണം. ബോളിവുഡ് ആക്ട്രസ് ആയ കാജോൾ പറയുന്നത് എക്സ്പെൻസീവായ ഡ്രസ്സുകളും ആക്സസറീസുകളും വാങ്ങുന്നതിന് പകരം ആ പണം ഫിക്സ്ഡ് ഡെപ്പോസിറ്റിൽ ഇടാനാണ് അവർക്ക് താല്പര്യമെന്നാണ്. ഇതുകൊണ്ട് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ വാങ്ങൂ എന്ന് തീരുമാനിക്കുക. ഇത് നിങ്ങളുടെ സേവിങ്സ് കൂട്ടാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഇനി പറയൂ, മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് അറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? എങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യൂ.